ആശാവർക്കർമാർക്ക് വീണ്ടും നിരാശയാണ്. സർക്കാർ വിളിച്ച ചർച്ച, അതും NHM ഡയറക്ടർ വിളിച്ച ചർച്ച, മന്ത്രിതലത്തിലെ ചർച്ചയല്ല, അങ്ങനെ അത്രയും ഗൗരവത്തിൽ കാണേണ്ടതുമില്ല. NHM ഡയറക്ടർ വിളിച്ച ചർച്ച പരാജയപ്പെട്ടു. തങ്ങളുടെ ആവശ്യങ്ങൾ ചർച്ചയായില്ല എന്ന് ആശാവർക്കർമാർ പറയുകയാണ്. സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന് NHM ഡയറക്ടർ അടക്കം ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ സമരം പിൻവലിക്കില്ല എന്നാണ് സമരസമിതിയുടെ പ്രതികരണം. ഇൻസെന്റീവിൽ ചില കൃത്രിമങ്ങൾ നടത്തിയതുപോലെ അതിനകത്ത് ചില മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് അത് ഓണറത്തിന് ബാധകമാക്കുന്ന ഒരു ഈ സമരം നടക്കുന്ന സന്ദർഭത്തിൽ തന്നെ ഇത്രയും വലിയ തുക ഗവൺമെന്റ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് സാമ്പത്തിക പ്രയാസം ഇനി ഞങ്ങളോട് പറയേണ്ട ആവശ്യമേ ഇല്ല. ഞങ്ങൾക്കത് വിശ്വസനീയമല്ല. ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്ന ഇതാണ്, ഈ 233 രൂപയ്ക്ക് ഒരു ദിവസം പണിയെടുക്കണമെന്ന കർശന ബുദ്ധിയോടെയുള്ള ഗവൺമെന്റിന്റെ നീക്കം അവസാനിപ്പിക്കണം. ഇത് മാറ്റണം. സെക്രട്ടറിന് മുന്നിലുള്ള പ്രതികരണമാണ്, അവിടുത്തെ പ്രസംഗമാണ് നമ്മൾ കേൾക്കുന്നത്. ചർച്ച പരാജയപ്പെട്ടു എന്നതാണ് മനസ്സിലാകുന്നത്. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായുണ്ട്. അമൽ, കേൾക്കാമോ? NHM ഡയറക്ടർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. ഒരു പ്രശ്നപരിഹാരം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ചർച്ച. അമൽ, സാധാരണ നിലയിൽ NHM ഡയറക്ടർ വിനയ് ഗോയലാണ് ഇന്ന് ആശാവർക്കർമാരുമായുള്ള ചർച്ചയ്ക്ക് ക്ഷണിച്ചിരുന്നത്. ഈ ചർച്ചയിൽ ഇവർ ഉന്നയിച്ച ആവശ്യങ്ങളൊന്നും ചർച്ചയായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവരുടെ ആവശ്യങ്ങളിൽ മേൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു തീരുമാനം പറയാൻ പറ്റുന്ന ആളല്ല NHM ഡയറക്ടർ. പക്ഷേ NHM ഡയറക്ടറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഈ സമരം അവസാനിപ്പിക്കണം, സർക്കാരിന് കൂടുതൽ സമയം നൽകണം, സർക്കാരിൻ്റെ ഖജനാവിൽ പണമില്ല, അപ്പോൾ അതിനനുസരിച്ചുള്ള സാവകാശം നൽകണമെന്ന കാര്യമാണ് NHM ഡയറക്ടർ ആവശ്യപ്പെട്ടത്. സംസ്ഥാനത്ത് പ്രോഗ്രാം ഡയറക്ടറും ഈ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരത്തിൽ നിന്നും പിന്നോട്ടില്ല എന്നുള്ളതാണ് NHM ഡയറക്ടറോട് ഈ ആശാവർക്കർമാർ വ്യക്തമാക്കിയത്. ആശാവർക്കർമാർ ഈ നിലപാടോടെ പ്രഖ്യാപിക്കുകയും ചെയ്തു. മാത്രമല്ല, നാളെ മുതൽ അതിശക്തമായ സമരം എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. നിരാഹാര സമരമാണ് നാളെ മുതൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവരുടെ ആവശ്യത്തിന്മേൽ ചർച്ച വേണം എന്നൊരു ആവശ്യം പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഇന്നിപ്പോൾ ഇവരുമായൊരു ചർച്ചയ്ക്ക് തയ്യാറായത്. പലവട്ടം ഈ NHM ഡയറക്ടറും അതോടൊപ്പം തന്നെ മറ്റുള്ള ഉദ്യോഗസ്ഥ തലത്തിലുള്ള ചർച്ച നടന്നിരുന്നു. അതോടൊപ്പം ആരോഗ്യമന്ത്രിയുമായുള്ള ചർച്ചയടക്കം നടന്നതാണ്. അതിലൊന്നും കാണാത്ത ഒരു പരിഹാരം ഇന്നിപ്പോൾ NHM ഡയറക്ടറുമായി ഇന്നിപ്പോൾ പെട്ടെന്നൊരു ചർച്ച നടത്തി പരിഹാരം ഉണ്ടാകുമെന്ന് ആശാവർക്കർമാരും പ്രതീക്ഷിച്ചിട്ടില്ല. മാത്രമല്ല, ഓണറേറിയം 232 രൂപയിൽ നിന്നും 700 ആക്കണം. പെൻഷൻ നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചൊരു പ്രതികരണമുണ്ടല്ലോ. ആശാവർക്കർമാരുടെ സമരം പരാജയപ്പെട്ടു. സമരസമിതിയുടെ ഭാഗമായിട്ടുള്ള ആശാവർക്കർമാർ കരയുന്നത് വലിയ പ്രതീക്ഷയായിരുന്നു. നമുക്കെല്ലാവർക്കും വലിയ പ്രതീക്ഷയായിരുന്നു. ഇന്ന് ഈ സമരം അവസാനിപ്പിക്കും, സർക്കാർ ഗൗരവതരത്തിൽ ഇടപെടും, എന്തെങ്കിലും ഒരു ഉറപ്പ് അവർക്ക് നൽകും. ഇങ്ങനെ സ്ത്രീകൾ മഴയും വെയിലും കൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരമിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഉറപ്പ് നൽകി ഈ സമരം അവസാനിപ്പിക്കും, പിടിവാശി അവസാനിപ്പിക്കും, ധാർഷ്ട്യം അവസാനിപ്പിക്കുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചാണ്.